എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഓട്ടോറിക്ഷ ടെസ്റ്റൊക്കെ ബ്രേക്ക് എടുക്കുന്ന ടൈം തെറ്റി. അപ്പോൾ ഇന്ന് ലാസ്റ്റ് നമ്മൾ ബ്രേക്കിൻ്റെ ചെറിയ പണിക്ക് വേണ്ടി കൊണ്ടുവന്നാണ്. ഏകദേശം 12,000 രൂപ ചിലവാന്നൊക്കെ വെച്ച് വിചാരിച്ച് വന്നതാണ്. മെക്കാനിക്കൽ പണി തന്നെ ഒരു 6,000 രൂപയ്ക്കായി. നമ്മുടെ സുഹൃത്തുക്കൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്തു തരും. ഇപ്പോൾ നാളെ തരാമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്തു തരാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ബീഗാറിങ് ഒക്കെ കട്ടായപ്പോടെ അത് ശോചനീയാവസ്ഥയായി വന്നപ്പം അദ്ദേഹം കണക്ക് കൂട്ടോ. ഇത് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സുന്ദരനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് പൈസയ്ക്ക് വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഞാൻ എൻ്റെ സ്വർണ്ണം കൊണ്ട് ആപ്പാടെ 2.25 ലക്ഷം രൂപ കടാം. ഒന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഈ മോറിസ്കോയിലൊക്കെ കുറേ പൈസ കളഞ്ഞ് അങ്ങനെ ഒരു ഭയങ്കര അക്കച്ചക്കൽ പോവാം. പിന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡിലാണ് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഒന്ന് പറമ്പുമുന്നൂറ് മുന്നേ നെയ്യും മോനെ ഒരു 1,000 രൂപ ഒരു 500 രൂപ നാളെ തരാമെന്ന് പറഞ്ഞാൽ ആഴ്ചയായിട്ട് കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്കുള്ളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോകാം. അപ്പോഴാണ് ഇൻട്രസ്റ്റ് ചെന്നത്. അയാളെ ഭയങ്കര കേട്ടോ. അയാളെ ഒരു ബുഷ് എന്തോ ഏതൊരു വണ്ടിയുടെ ബുഷ് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഇത് ചെയ്യാണ്. ലൈറ്റിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് എന്നിട്ട് കട്ട് ചെയ്യാനുള്ള സെറ്റിങ്സ് അയാൾ ചെയ്യുന്നത് വളരെ രസകരമാണത്. എന്താണെന്നുള്ളത് നമ്മളിങ്ങനെ നോക്കി കണ്ട എൻ്റെ വേറൊരു എന്തോ സാധനം കൊണ്ടുവന്ന ചേട്ടന്മാരൊക്കെ അദ്ദേഹം ചെയ്യുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് അറിയാം. അപ്പോൾ ഈ ഒരുപാട് പൈസയ്ക്ക് ഭയങ്കര സാമ്പത്തികമായി ടൈറ്റിലാവുന്നു. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടാകുന്ന സ്വർണ്ണമൊക്കെ വെച്ചു. അത് മോറിസ്കോ എന്നൊക്കെ പറഞ്ഞ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയാണ് കടം തുടങ്ങുന്നത്. കടം നമ്മളെ സംബന്ധിച്ച് ഇല്ലാതെ പോകുന്നത്. പക്ഷേ അമ്മ പറഞ്ഞ് പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോകുന്നു അനുസരിക്കാത്തൊരു കാരണവന്മാർ പറഞ്ഞിട്ട് അനുസരിക്കാത്ത മക്കൾ ഒരിക്കലും കൊണ്ടു പറ്റില്ലല്ലോ. അതേമാതിരി നമുക്ക് സംഭവിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒരുപാട് ഘട്ടങ്ങളാക്കി വെച്ചു. അവസാനം ഭാര്യേനെ സോപ്പിട്ട് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് മാലടിച്ച് മാറ്റി 25,000 പ്ലസ് 20 40 ഉറുപ്പ്യകൾ എടുത്തു. വണ്ടിക്ക് മാത്രമല്ല പല കടങ്ങളുണ്ട് എനിക്ക്. കടയിൽ കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഇപ്പം ഇങ്ങനെ ഇൻട്രസ്റ്റ് ചെയ്തപ്പം ആ ചേട്ടനത് ബുഷ് കട്ട് ചെയ്തിട്ട് തന്നു. ഒരു 500 രൂപ 480. അത് കൂട്ടത്തിൽ ഇങ്ങനെ നല്ല ചൂടായിട്ട് ആ സാധനത്തെ ലൈറ്റിൽ കട്ട് ചെയ്ത് പറയാനോ അതിങ്ങനെ ആ ചേട്ടത്തിൽ ഗ്രീൻ്റൊക്കെ ചെയ്ത് വെള്ളത്തിലൊക്കെ ഇട്ടൊരു സെറ്റാക്കാം. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ അലിയിച്ചങ്ങനെ അതായത് അമ്മയുടെ അനിയത്തിയുടെ മരുമോൻ ബാബു ഇവിടെ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഇപ്പോൾ സ്പ്രേ പെയിൻറ്റ് മുപ്പരാൾക്ക് അതായിരുന്നു നേരത്തെ. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ചെയ്യും. അപ്പോൾ മുപ്പരാൻ തുടക്കയില്ല. ഞാൻ അതിൽ എക്കടടുത്താണ് കൊണ്ടു ചെയ്തുകൊണ്ടിരുന്നത്. ആളികൻ്റെ അടുത്ത് കൊണ്ടേ കൊടുക്കാൻ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ക്ഷേമനിധി അടയ്ക്കാതെ ബ്രേക്ക് എടുക്കൽ നടക്കുമല്ലോ. അപ്പോൾ സർക്കാർ മാറി വന്ന് എന്തൊക്കെ ചെയ്യുന്നു പറയാൻ അങ്ങനെ പൊട്ടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഫുള്ള് പേപ്പർ പൊട്ടിച്ചേനെ അങ്ങനെ സംഭവം അവിടെ ചെന്നു. മുപ്പരാൻ്റെ വക ചെയ്തു. ക്ഷേമനിധി അടയ്ക്കാനും ക്ഷേമനിധിയൊക്കെ അടച്ചു. ഏകദേശം കുട്ടപ്പനായിട്ട് ഇങ്ങനെ നിൽക്കണ്ട കേട്ടോ. ഏകദേശം പണിക്ക് ഒരു 5,000 റുപ്യ മുപ്പരാന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ 5,000 മരുന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ 5,000 രൂപയുടെ ബ്രേക്ക് കഴിഞ്ഞില്ല, പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി എനിക്കത് മീറ്റർ സീൽ ചെയ്യണം. മീറ്റർ സീൽ ചെയ്ത് മേടിച്ചു. ഇനി അത് സീൽ ചെയ്യാൻ പോകണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോസിൽ